Okay, so next problem is pentagonal prism. Okay. നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം ഇതായിരുന്നു, സിലിണ്ടർ, പ്രോബ്ലം ഓഫ് സിലിണ്ടർ. ഓക്കെ, സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 50 mm ആൻഡ് ആക്സിസ് 65. Then cutting plane is inclined at an angle of 45 degree to HP and passing through a point 25 mm from the top. Draw the front. Then next is the problem of pentagonal prism. Okay, so here pentagonal prism having a base with a 30 mm side and 70 mm long axis is resting on its base on HP. അതായത് ഒരു പെന്റഗണൽ പ്രിസം HP-യിൽ റെസ്റ്റ് ചെയ്യുന്നു, such that condition is one of its rectangular faces is parallel to VP. അതായത് അതിന്റെ ഒരു റെക്ടാങ്കുലർ ഫേസ് VP-ക്ക് പാരലൽ ആണ്. Then cutting plane is inclined at an angle of 45 degree with HP and passes through the midpoint of the axis. Axis in the midpoint kuda povunu. Then draw the sectional top view, true shape of the sectional view and development of the lateral surface of the truncated prism. Okay, so this is the question. അപ്പം ഈ കേസിൽ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രിസമാണ്. അപ്പൊ എപ്പോഴും ഓർക്കേണ്ട കാര്യം, പ്രിസവും സിലിണ്ടറും ഒരേ രീതിയിലാണ് വരയ്ക്കുന്നത്. ഇപ്പൊ ഞാൻ സിലിണ്ടർ പഠിപ്പിച്ചായിരുന്നല്ലോ രാവിലെ, അതേപോലെ തന്നെയാണ് പ്രിസവും വരയ്ക്കുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ നിങ്ങൾ ഏത് പ്രിസം വന്നാലും, പ്രിസവും സിലിണ്ടറും, ഓക്കെ, അതിപ്പോ ഇനി ഏത് പ്രിസം വന്നാലും, അത് വെദർ ഇറ്റ് ക്യാൻ ബി എ ട്രയാങ്കുലർ പ്രിസം ഓർ റെക്ടാങ്കുലർ പ്രിസം, ദെൻ സ്ക്വയർ പ്രിസം, പെന്റഗണൽ പ്രിസം, ഹെക്സഗണൽ പ്രിസം, ഏത് പ്രിസം വന്നാലും മെത്തേഡ് ഈസ് ആക്ച്വലി സെയിം. ഓക്കെ, അപ്പൊ സിലിണ്ടർ ഞാൻ പഠിപ്പിച്ചു, ഇപ്പൊ ഞാൻ അടുത്തത് പ്രിസം ഇതുകൂടെ പഠിപ്പിക്കും. അപ്പൊ ഇനി ഏത് പ്രിസം വന്നാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അങ്ങ് അപ്ലൈ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. വേറെ ബാക്കി എല്ലാം സിമ്പിൾ, ഒരു കോംപ്ലിക്കേഷനും ഇല്ല അതിനകത്ത്. സിലിണ്ടറും പ്രിസവും ഒരേപോലെ നിങ്ങൾ പഠിക്കണം. സെക്ഷൻ പഠിക്കുമ്പോൾ സിലിണ്ടർ ആൻഡ് പ്രിസം ഒരേ രീതിയിൽ ചെയ്യുന്ന ഇതാണ്, പ്രോബ്ലം ആണ് സിലിണ്ടറും പ്രിസവും. അത് അങ്ങനെ തന്നെ പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സിലിണ്ടർ പഠിപ്പിച്ചിട്ട് ഇപ്പൊ പ്രിസം പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ ഞാൻ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, സോ ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ പെന്റഗണൽ പ്രിസം ഹാവിംഗ് എ ബേസ് within 30 mm side and 70 mm axis is resting on its base on HP. HP-യിൽ റെസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ പെന്റഗണൽ പ്രിസം വരയ്ക്കുകയാണ്. ടോപ്പ് വ്യൂ വരച്ചു. ഓക്കെ, സോ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോ ഒന്നുകിൽ ഇങ്ങനെ വരയ്ക്കണം, അല്ലെങ്കിൽ ഓക്കെ, അതായത് ഈ ഒന്നുകിൽ ഞാനിപ്പോ ആദ്യം കാണിച്ചേക്കുന്ന പോലെ വരയ്ക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, രണ്ടിലും എന്താണെന്നറിയോ? രണ്ടിലും നോക്കി, ഇപ്പൊ ഇവിടെ ദിസ് എഡ്ജ്, ഇത് ആക്ച്വലി എഡ്ജ് അല്ല, ഇതൊരു ഫേസ് ആണ്. ഓക്കെ, ഞാനിപ്പോ ഇതിന് പേര് കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദിസ് ഈസ് എ, താഴത്തെ പേര് പി ആണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ എ ബ്രാക്കറ്റ് പി, സിലിണ്ടറിന് പേര് കൊടുത്തില്ലേ അതുപോലെ തന്നെ എ ബ്രാക്കറ്റ് പി. സോ ദിസ് ഈസ്
ഓക്കെ, ഞാൻ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാം. So this is A bracket P, then this is B bracket Q, B bracket Q, then this is C bracket R, then this is D bracket S, then next is E bracket T. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ലൈൻ കണ്ടോ? ഈ ലൈനിൽ എത്ര പേരുണ്ടെന്ന് നോക്കിയേ. 4 പോയിന്റ്സ് ഉണ്ട് കണ്ടോ? അതായത് DETS എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ഫേസ് ആണ്, ഒരു റെക്ടാങ്കുലർ ഫേസ് ആണ്. 4 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഞാൻ ഇതിന് ഞാനിപ്പം ഒരു പേര് കൊടുക്കുക. അപ്പൊ ഇതില് A, this is B, this is C and this is D. അപ്പൊ നോക്കിയേ, ഇതിൽ എത്ര പോയിന്റുകളുണ്ട്? 4 പോയിന്റ്. അപ്പൊ 4 പോയിന്റ് വന്നാൽ അതെന്താണ്? 4 സൈഡുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു പ്ലെയിൻ അല്ലെ? 4 സൈഡുള്ള ഒരു ഫിഗറാ അല്ലെ? എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റെക്ടാങ്കിൾ. അപ്പം ഇതിന്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾ ആക്ച്വലി എന്താ കാണുന്നത്? സൈഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഇപ്പൊ ഒരു ആരോ കാണിക്കുന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾ ഈ പ്ലെയിനെ എന്തായിട്ടാ കാണുന്നത്? ഈ പ്ലെയിനെ നിങ്ങൾ കാണുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാ കാണുന്നത്. മനസ്സിലായില്ലേ? സിമിലർലി അതേപോലെ തന്നെ നമ്മുടെ ഈ പെന്റഗണൽ പ്രിസം ഇരിക്കുമ്പോൾ നമ്മൾ മേളിൽ നിന്ന് നോക്കുന്ന വ്യൂ ആയി വരച്ചേക്കുന്നത്. മേളിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു ഫേസ് ആണ് ആക്ച്വലി. ഇതൊരു റെക്ടാങ്കുലർ ഫേസ് ആണ്. പക്ഷെ ഈ ഫേസ് നമ്മൾ എന്തായിട്ടാ കാണുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാ കാണുന്നത്. അപ്പൊ ആ ലൈനിൽ എത്ര പോയിന്റുകൾ ഉണ്ടെന്ന് നോക്കി. 1, 2, 3, 4, ടോട്ടൽ 4 പോയിന്റ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇതൊരു ഫേസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? വൺ ഫേസ് ഈസ് പാരലൽ ടു വി പി. കണ്ടോ? വൺ ഫേസ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസസ് ഈസ് പാരലൽ ടു വി പി എന്ന് പറഞ്ഞാൽ ഈ ഫേസിനെ ഞാൻ എന്താക്കി? XY ലൈന് പാരലൽ ആക്കി. ദാറ്റ് മീൻസ് ഇതെന്താണ്? ഇത് പാരലൽ ടു വി പി ആണ്. ഇനി അതല്ല, ഞാനിപ്പോ ഇങ്ങനെ വരച്ചാലും എന്റെ ഈ പ്രോബ്ലം കറക്റ്റാ. ഓക്കെ, സോ ഞാനിപ്പോ ഇതിന് പേര് കൊടുക്കുകയാണ് A ബ്രാക്കറ്റില് P, A ബ്രാക്കറ്റില് P, then B bracket Q, B bracket Q, C bracket R, this is D bracket S, this is E bracket T. Okay, അപ്പൊ ഇവിടത്തെ പ്രത്യേകത എന്താ? ഇവിടെ അഗെയിൻ വൺ റെക്ടാങ്കുലർ ഫേസ് ഈസ് പാരലൽ ടു വി പി ആണ്. അപ്പൊ ഇങ്ങനെ 2 രീതിക്ക് വരച്ചാലും എന്റെ ആൻസർ കറക്റ്റാ. അഭിഷേക്, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? അഭിഷേക് മനസ്സിലായി സർ. ഓക്കെ, ജൂഡിത്ത്, അഡോണ, ഓക്കെ, ആനന്ദ് മനസ്സിലായി സാർ. ഓക്കെ, ആദം, മനസ്സിലായി. ഓക്കെ. അപ്പം ഇതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷെ നമ്മുടെ പ്രോബ്ലത്തിൽ ഇങ്ങനെ ഒരു കണ്ടീഷനൂടെ പറഞ്ഞെന്ന് വിചാരിക്കുക. ദാറ്റ് റെക്ടാങ്കുലർ ഫേസ് ഈസ് നിയറർ ടു വി പി. ഞാൻ ഈ പറയുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ നിങ്ങളുടെ ബുക്കിലോട്ട്. ജസ്റ്റ് A എന്നും B എന്നും പറഞ്ഞൊന്ന് എഴുതി വെച്ചോ. A എന്ന് പറഞ്ഞൊന്ന് എഴുതിക്കേ. റെക്ടാങ്കുലർ ഫേസ് ഈസ് നിയറർ ടു വി പി. റെക്ടാങ്കുലർ ഫേസ് ഈസ് നിയറർ ടു വി പി. ഓക്കെ, ദെൻ B രണ്ടാമത്തേത്, റെക്ടാങ്കുലർ ഫേസ് ഈസ് ഫാർ അവേ ഫ്രം വി പി. റെക്ടാങ്കുലർ ഫേസ് ഈസ് ഫാർ അവേ ഫ്രം വി പി. ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഇപ്പൊ റെക്ടാങ്കുലർ ഫേസ് നിയറർ ടു വി പി എന്നായിരുന്നെങ്കിൽ എനിക്ക് ഇത് നോക്കി, ഈ ഡിസ്റ്റൻസ് കണ്ടോ? 15.382 ആണ്. അതായത് നമുക്ക് വി പിക്ക് പാരലൽ ആയിട്ടിരിക്കുന്ന ഫേസ് എത്ര ഡിസ്റ്റൻസിലായിരിക്കുന്നത്? 15.382. അതേസമയം ഈ പാരലൽ ആയിട്ടിരിക്കുന്ന ഫേസ് എത്രയിലായിരിക്കുന്നത്?
43.454 millimeter ഡിസ്റ്റൻസിലായിരിക്കുന്നത്. അപ്പം ഈ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് റെക്ടാങ്കുലർ ഫേസ് ഈസ് പാരലൽ ടു വി പി ആൻഡ് ഫാർ അവേ ഫ്രം വി പി, ദൂരെ മാറിയായിരിക്കുന്നത്. പക്ഷെ ഈ ആദ്യത്തെ കേസ് എന്താ? റെക്ടാങ്കുലർ ഫേസ് ഈസ് പാരലൽ ടു വി പി ആൻഡ് ദിസ് ഈസ് നിയറർ ടു വി പി. അപ്പൊ നിയറർ ടു വി പി എന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ കൂടെ ഇതാണ് വരയ്ക്കേണ്ടത്, ആദ്യത്തെ കേസാണ് വരയ്ക്കേണ്ടത്. അത് അല്ല, പാരലൽ ടു വി പി, റെക്ടാങ്കുലർ ഫേസ് ഈസ് പാരലൽ ടു വി പി ആൻഡ് ഫാർ അവേ ഫ്രം വി പി എന്നായിരുന്നെങ്കിൽ ഇതാ രണ്ടാമത്തെ ഈ കേസാണ് വരയ്ക്കേണ്ടത്. ജൂഡിത്ത് ഇത് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നിയറും ഫാർ അവേ. ജൂഡിത്ത് ക്ലിയർ ആയോ? ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഇതാണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാനിപ്പോ ഇത് വരച്ചു. അപ്പൊ പെന്റഗൺ വരയ്ക്കാൻ അറിയാമല്ലോ. പെന്റഗണിന്റെ അകത്തെ ആംഗിൾ എത്ര ആയിരുന്നു? 108. ആനന്ദ് ഇത് കാണുന്നുണ്ടോ? 108. ആനന്ദ് കാണുന്നുണ്ടോ? കാണാം സാർ. ഓക്കെ, 108. ഓക്കെ, ഹെക്സഗണ്ട 120 ആയിരുന്നു, പെന്റഗണ്ട 108. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ സൈഡ് കൊടുക്കണം. സൈഡ് എത്ര ആയിരുന്നു? ഇതിന്റെ സൈഡ് 30. ഓക്കെ, പെന്റഗണ്ട സൈഡ് 30 ആണ്. സോ ഞാൻ 30 സൈഡിലാണ് ഇത് വരയ്ക്കേണ്ടത്. പെന്റഗണ്ട സൈഡ് 30. അപ്പൊ ഞാൻ ഇതെല്ലാം ഡാർക്ക് ആയിട്ട് വരച്ചു. ദെൻ ഇതിനെ ഞാൻ പ്രൊജക്ട് ചെയ്യാൻ പോവാണ്. So I will project this. So what is the height of this object? Height of this object is 70 millimeter. അപ്പൊ 70 ഹൈറ്റിൽ വേണം ഇത് വരയ്ക്കാൻ. ഓക്കെ, സോ 70-ല് ഇതാ ഞാനിത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിന്റെ പേരുകള്, മേളത്തിന്റെ പേരെന്തോ ABCDE ആണ്, അതുപോലെ കൊടുക്കുക. സോ ഇത് എ ആയതുകൊണ്ട് ദിസ് പോയിന്റ് ഈസ് എ ഡാഷ്, this point is A dash, this point is A dash, then this is E dash, this point is E dash, then this is D dash, okay, അടുത്തത് C dash, this is C dash, this is C dash. Okay, അപ്പൊ ഇവിടെ ഒരെണ്ണം നമ്മൾ വരച്ചിട്ടില്ല, നടുക്കത്തെ കണ്ടോ, അത് പ്രൊജക്ട് ചെയ്യണം. Okay, so that point is B dash. ഓക്കെ, അപ്പൊ മേളത്തെ ഫേസ് മാർക്ക് ചെയ്തു ABCDE. ഓക്കെ, ഇനി താഴത്തേന്റെ കൊടുക്കാൻ പോവാണേ. താഴത്തേന്റെ പേരെന്തൊക്കെയായിരുന്നു? താഴത്തേന്റെ ദിസ് പോയിന്റ് ഈസ് P dash, then this is T dash, this point is T dash, then this is Q dash,
Then next is S dash. Then this is R dash. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇതിനെ അങ്ങ് ഡാർക്ക് ചെയ്യാണ്. ഞാൻ ഇതിനെ അങ്ങ് ഡാർക്ക് ചെയ്യാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കട്ടിംഗ് പ്ലെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് പോർഷനെ നമ്മൾ ഡാർക്ക് ചെയ്യത്തുള്ളൂ. നമ്മൾ സിലിണ്ടർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നത് കട്ടിംഗ് പ്ലെയിനിന്റെ മുകളിലുള്ളതെല്ലാം ലൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഞാൻ ഡാർക്ക് ആയിട്ട് തന്നെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇനിയുള്ള രണ്ട് എഡ്ജുകൾ, ഈ രണ്ട് എഡ്ജുകൾ നമ്മൾ ഡോട്ടഡ് ആയിട്ടേ വരയ്ക്കാവുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് എഡ്ജ്, കാരണം എന്താന്ന് വെച്ചാൽ അത് രണ്ടും പുറകില്ല, നമ്മൾ പ്രിസത്തിന്റെ ബാക്കിലാണ് അത് വരുന്നത്. പ്രിസത്തിന്റെ ബാക്കിലായതുകൊണ്ട് നമ്മൾ അതിനെ ഈ രണ്ട് എഡ്ജുകളെ ഡോട്ടഡ് ആയിട്ടേ വരയ്ക്കാവുള്ളൂ. ബാക്കി എല്ലാ എഡ്ജും ഡാർക്ക് ആണ്, ഈ രണ്ട് എഡ്ജസ് ഡോട്ടഡ് ആണ്. ഏതാ? ET എന്ന് പറയുന്ന എഡ്ജും DS എന്ന് പറയുന്ന എഡ്ജും നമ്മളെ ഈ ഒബ്ജക്റ്റിന്റെ പുറകില, ബാക്കില. അതുകൊണ്ട് ഈ രണ്ട് എഡ്ജുകൾ ഡോട്ടഡ് ആയിട്ടേ വരയ്ക്കാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ കട്ടിംഗ് പ്ലെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകും. കട്ടിംഗ് പ്ലെയിൻ എവിടാന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്? പാസിംഗ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് ദി ആക്സിസ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആക്സിസിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഹൈറ്റ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദിസ് പ്രിസം? ഹൈറ്റ് ഈസ് 70. സോ ദ മിഡ് പോയിന്റ് ഈസ് 35. കണ്ടോ, 35 ഞാൻ എന്ത് ചെയ്തു? മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഡ്രോ എ ലൈൻ. ഇതിൽ നിന്നൊരു ലൈൻ വരയ്ക്കുക. എത്ര ഡിഗ്രിയിലാണ് വരയ്ക്കേണ്ടത്? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. കട്ടിംഗ് പ്ലെയിൻ, ഇൻക്ലൈൻഡ് പ്ലെയിൻ മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് HP. സോ 45 ഡിഗ്രിയിൽ ഡ്രോ എ കട്ടിംഗ് പ്ലെയിൻ. ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. കണ്ടോ, 45 ഡിഗ്രിയിൽ ഞാൻ എന്ത് ചെയ്തു? കട്ടിംഗ് പ്ലെയിൻ വരച്ചു. ഓക്കെ, എന്നിട്ട് ഇതിന് ഞാൻ പേര് കൊടുക്കണം. ഇതിന് കട്ടിംഗ് പ്ലെയിൻ എന്ന് പേര് കൊടുക്കണം. കട്ടിംഗ് പ്ലെയിൻ. ഇസ് കോൾഡ് കട്ടിംഗ് പ്ലെയിൻ. അപ്പൊ ഈ കട്ടിംഗ് പ്ലെയിനിന്റെ മുകളിലുള്ള പോർഷൻ എല്ലാം എന്താ? കട്ട് ചെയ്ത് പോയി. അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ലൈറ്റ് ആയിട്ട് വരയ്ക്കാവുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ഈ ഡാർക്ക് ആയിട്ട് വരച്ചതിനെ തുടച്ചു കളയരുത്, ഒരിക്കലും തുടച്ചു കളയരുത്, ലൈറ്റ് ആക്കുക. കണ്ടോ, അതിന്റെ മുകളിലുള്ളതിനെ എല്ലാത്തിനെയും നമ്മൾ ലൈറ്റ് ആക്കണം. കട്ടിംഗ് പ്ലെയിൻ ആണെങ്കിൽ നമ്മളിപ്പോ മേളിയും താഴോട്ടല്ലേ വരച്ചു, റൈറ്റ് ലെഫ്റ്റിലോട്ട് വരച്ചു, അത് തിരിച്ചു വരച്ചാലും സെയിം എഫക്റ്റ് ആണോ? ആ, അതായത് എനിക്ക് മനസ്സിലായി. ഇതല്ലേ ചോദിച്ചേ? അതായത് ഇങ്ങനെ അങ്ങനെ വരയ്ക്കാവോ? ഞാനിപ്പോ ഇങ്ങനെ എക്സ് വരച്ചേക്കുന്ന കാണാമല്ലോ സ്ക്രീനിൽ, അല്ലേ? അതായത് ഇങ്ങനെ ഈ ആംഗിൾ 45 ഡിഗ്രി. ഇതല്ലേ? അതായത് ഒരു സെക്കൻഡ്, അങ്ങനെയാണെങ്കിലും വരച്ചാൽ പ്രശ്നമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. ഇപ്പൊ ലെഫ്റ്റിൽ ഒരു 43.9 എന്ന് കാണുന്ന കണ്ടോ? ലെഫ്റ്റിൽ ഒരു 43.9 കണ്ടോ? ഇങ്ങനെ വരച്ചാലും ഒരു പ്രശ്നമില്ല, ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. രണ്ടും സെയിമാ, ഒരു കുഴപ്പമില്ല. ഓക്കെ, കാരണം പ്രത്യേകിച്ച് വേറെ ഈ പ്രോബ്ലത്തിൽ ഒരു കണ്ടീഷനും പറയുന്നില്ല, ലെഫ്റ്റിലോട്ട് ഇൻക്ലൈൻ ചെയ്യണം, ഒന്നും പറയുന്നില്ല. മനസ്സിലായോ? ഒന്നും പറയുന്നില്ല. സോ നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം, ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, ദെൻ ഞാൻ ഇതിനെല്ലാം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇതിനെ എല്ലാം ലൈറ്റ് ആക്കുക. ഒരിക്കലും തുടച്ചു കളയരുത് നിങ്ങൾ കേട്ടോ, ഒരിക്കലും തുടച്ചു കളയരുത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ കട്ടിംഗ് പ്ലെയിൻ ഉണ്ടല്ലോ, ഈ കട്ടിംഗ് പ്ലെയിനിന്റെ ഇത്രയും പോർഷൻ നമ്മൾ ഡാർക്ക് ആക്കണം. കണ്ടോ, ഇത്രയും. സോ ദിസ് ഈസ് ദി ഫൈനൽ ഫ്രണ്ട് വ്യൂ. കണ്ടോ, ഇങ്ങനെ വരയ്ക്കാവുള്ളൂ. ആനന്ദ് ക്ലിയർ ആണോ? ആനന്ദ്
ക്ലിയർ സർ. ഓക്കെ. അപ്പൊ ഞാൻ ഈ ഡാർക്കായിട്ട് വരയ്ക്കേണ്ടത് ഏതാന്ന് ഞാൻ ക്ലിയർ ആയല്ലോ അല്ലെ? കട്ടിംഗ് പ്ലെയിനിന്റെ താഴെയുള്ളത് മാത്രമേ ഡാർക്ക് ആക്കാവുള്ളൂ. ബാക്കി മേളിലോട്ടുള്ളതൊന്നും തുടച്ചു കളയല്ലേ, അത് അവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ. അത് മനസ്സിലായോ ആനന്ദ്? മനസ്സിലായി സർ. ഓക്കെ ഓക്കെ ശരി. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത്, ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യണം. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ ലെഫ്റ്റിൽ ഒരു എഡ്ജ് കട്ടിംഗ് പ്ലെയിൻ ഒരിടത്തെ കട്ട് ചെയ്യുന്നുള്ളൂ. സോ 1 ഡാഷ് 1 ഡാഷ്. ഇനി അടുത്ത എഡ്ജില് നമ്മൾ പേര് കൊടുക്കരുത്. കാരണം എന്താ, ഞാൻ കഴിഞ്ഞ സിലിണ്ടർ പറഞ്ഞായിരുന്നു, ആദ്യം നമുക്ക് ഫ്രണ്ടിലുള്ള എഡ്ജുകൾക്ക് മാത്രമേ പേര് കൊടുക്കാവുള്ളൂ. ഈ എഡ്ജും, അതായത് ET എന്ന് പറയുന്ന എഡ്ജും DS എന്ന് പറയുന്ന എഡ്ജും ഈ പ്രിസത്തിന്റെ ബാക്കിൽ വരുന്ന എഡ്ജസാ ഈ ETയും DS-ഉം. അതുകൊണ്ട് തന്നെ അതിനിപ്പോ പേര് കൊടുക്കരുത്. അടുത്ത ഫ്രണ്ടിൽ വരുന്ന എഡ്ജ് ഏതാ? AP കഴിഞ്ഞാൽ പിന്നെ അടുത്ത AP കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫ്രണ്ടിലത്തെ എഡ്ജ് ഏതാ? BQ ആ. BQ കഴിഞ്ഞാൽ പിന്നെ ഏതാ? CR ആണ്. അപ്പൊ ഈ 3 എഡ്ജസിന് പേര് കൊടുത്തിട്ട് ബാക്കിലുള്ള എഡ്ജസ് ആയ ETക്കും DS-നും പേര് കൊടുക്കാവുള്ളൂ. അപ്പൊ ഞാൻ അടുത്ത കട്ടിംഗ് പോയിന്റ്സിന്റെ പേര് കൊടുക്കേണ്ടത് ഇവിടാണ്. 2 ഡാഷ്. ദിസ് ഈസ് 2 ഡാഷ്. ദിസ് ഈസ് 2 ഡാഷ്. ഇവിടെ പേര് കൊടുക്കരുത്. കാരണം എന്താ, ഇത് ബാക്കിലാണ്. അടുത്ത വിസിബിൾ എഡ്ജ് ഇതാണ്. സോ ഇതിന് പേര് കൊടുക്കുക 3 ഡാഷ്. അപ്പൊ വിസിബിൾ. ഇനി അവിടുന്ന് തിരിച്ചു വരണം. അവിടുന്ന് അതേ ലൈനിൽ കൂടെ തിരിച്ചു വരണം. അപ്പൊ ഇവിടെ ആദ്യം ദിസ് പോയിന്റ് ഈസ് 4 ഡാഷ്. കാണാൻ പറ്റാത്ത എഡ്ജ് ഇവിടെ 4 ഡാഷ്. പിന്നെ അതേ ലൈനിൽ കൂടെ തിരിച്ചു വരുമ്പോ ഇവിടെ 5 ഡാഷ്. തീർന്നു. ഇത്രേ ഉള്ളൂ. ഓക്കെ. സോ കട്ടിംഗ് പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ നോക്കിയേ, സെക്ഷണൽ ടോപ്പ് വ്യൂ ആൻഡ് ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷണൽ വ്യൂ. ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷണൽ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ടോപ്പ് വ്യൂവില് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ പ്രോബ്ലത്തില് ഇത് സെക്ഷണൽ ടോപ്പ് വ്യൂ എന്നാ നമ്മൾ പറഞ്ഞത്. സെക്ഷണൽ ടോപ്പ് വ്യൂ. കാരണം ടോപ്പ് വ്യൂവിനകത്തിൽ എന്ത് വരും? സെക്ഷൻ വരും. അത് ഞാൻ വരയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ. സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോവാണ്. ഓക്കെ. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഈ കട്ടിംഗ് പോയിന്റ്സിനെ നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്താൽ മതി. AP-യിലുള്ള പോയിന്റ് ആണ് ഏത്? AP-യിലുള്ള പോയിന്റ് 1. ദെൻ BQ-വിലുള്ള പോയിന്റ് ഏതാണ്? BQ-വിലുള്ള പോയിന്റ് 2 ആണ്. 2 മാർക്ക് ചെയ്തു. ദെൻ CR-ലുള്ള പോയിന്റ് 3 ആണ്. DS-ല് 4. ദെൻ ET-ല് 5. കണ്ടോ? അപ്പൊ കട്ടിംഗ് പോയിന്റ്സിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. 1 2 3. ഇത് തെറ്റിപ്പോലെ കേട്ടോ. കറക്റ്റ് പോയിന്റിലോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. 1 2 3 4 5. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1 2 3 4 5-നെ നമ്മൾ ഹാച്ച് ചെയ്യണം. ഹാച്ചിങ്. ഓക്കെ. സോ ഞാൻ സിലിണ്ടർ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, അത് തന്നെ ചെയ്യുക. ഹാച്ച് ചെയ്യുക. ഹാച്ചിങ് എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. കണ്ടോ? അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഈ 1 2 3 4 5 എന്ന് പറയുന്ന അത്രയും പോർഷൻ ആണ് മുറിഞ്ഞു പോയിരിക്കുന്നത്. ഓക്കെ. ആ മുറിഞ്ഞു പോയിരിക്കുന്നത് ഒരിക്കലും ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ മുറിഞ്ഞു പോയിരിക്കുന്ന ഒരു പോർഷൻ ഒരിക്കലും ഒരു പെന്റഗണൽ ഷേപ്പ് അല്ല. പെന്റഗണേക്കാളും അല്പം കൂടെ വലിയൊരു ഷേപ്പാ. പക്ഷെ ഇവിടുത്തെ ഈ ടോപ്പ് വ്യൂല് നോക്കിയേ, ടോപ്പ് വ്യൂല് നമുക്ക് ആ സെക്ഷൻ ഒരു പെന്റഗൺ പോലെ കാണുന്നത്. ഒരിക്കലും അത് എന്തല്ല, അത് ട്രൂ ഷേപ്പ് അല്ല. ആ മുറിഞ്ഞു പോയേക്കുന്ന പോർഷന്റെ നമ്മളിപ്പോ ആ മുറിഞ്ഞു പോയേക്കുന്ന ഒരു ഏരിയ ഉണ്ട് ഈ ഒരു ഏരിയയിൽ. അതിന്റെ ആക്ച്വൽ ഷേപ്പ് നമുക്ക് വരയ്ക്കണം. അതാണ് ഇവർ ഈ പറഞ്ഞേക്കുന്നത്. എന്താണെന്നറിയോ? ഡ്രോ ദി ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷണൽ വ്യൂ. എന്താണ് ഈ മുറിഞ്ഞു പോയിരിക്കുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള ട്രൂ ഷേപ്പ്? വാട്ട് ഈസ് ദ ട്രൂ ഷേപ്പ്? ആക്ച്വൽ ഷേപ്പ്. അപ്പൊ അത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മളത് വരച്ചില്ലായിരുന്നു കേട്ടോ. സോ ഈ പ്രോബ്ലത്തിൽ നമ്മളത് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം.
ഓക്കെ, അതിനു മുമ്പ് ഞാൻ ഡെവലപ്മെന്റ് വരയ്ക്കാൻ സ്ഥലം ഉണ്ടോ നോക്കട്ടെ ഇവിടെ. സോ 30 into 5 150. ഓക്കെ, ഒരു സെക്കൻഡ്, ഞാനിവിടെ ഒന്ന് സ്ഥലം ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ലൊക്കേറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇനി ട്രൂ ഷേപ്പ് വരയ്ക്കാൻ പോകും. ട്രൂ ഷേപ്പ് വരയ്ക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ കട്ടിംഗ് പ്ലെയിനിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കണം. ഈ കട്ടിംഗ് പ്ലെയിനിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതാ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസ്റ്റൻസിൽ ഈ ലെഫ്റ്റിൽ തന്നെ വരയ്ക്കണമെന്നില്ല, പക്ഷെ വരയ്ക്കുമ്പോൾ ഈ ലൈൻ ഏതിന് പാരലായിരിക്കണം? ഈ കട്ടിംഗ് പ്ലെയിനിന് പാരലായിരിക്കണം. അതേ ഉള്ളൂ കണ്ടീഷൻ. ഇതിന് പാരലായിരിക്കണം. ഓക്കെ, എന്നിട്ട് ഒരു സെക്കൻഡ്, പോയിന്റ്സ് ഒക്കെ ഒന്ന് മാറി, ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഞാൻ ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, കട്ടിംഗ് പ്ലെയിന് പാരൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. എനി കൺവീനിയന്റ് ഡിസ്റ്റൻസ് കേട്ടോ. എന്നിട്ട് ഈ കട്ടിംഗ് പോയിന്റ്സ് നിന്ന് ലൈൻ വരയ്ക്കുക പെർപെൻഡിക്കുലർ ആയിട്ട്. അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് ഇതിപ്പോ ഞാൻ 1' എന്ന് പറയുന്ന പോയിന്റ് നിന്നാണ് വരച്ചേക്കുന്നത്. എന്നിട്ട് ഈ XY ലൈനിൽ നിന്ന് ഈ 1 വരെയുള്ള ദൂരം എടുക്കണം. അതെത്രയാ? 42.888. ആ ദൂരം എടുത്തിട്ട് ഈ പോയിന്റിൽ മാർക്ക് ചെയ്യണം. .888 ഇവിടെ മാർക്ക് ചെയ്യണം. XY ലൈൻ ഏതാ? ഈ ടോപ്പ് വ്യൂ ആണോ? ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല.
ടച്ച് ചെയ്താൽ അതിന്റെ മീനിങ് എന്താണെന്നറിയോ? ടച്ച് ചെയ്താൽ അതായത് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഞാൻ വരച്ചേക്കുന്ന ഈ ETDS എന്ന് പറയുന്ന ഈ ലൈൻ ഇതേ ടച്ച് ചെയ്തിട്ടുണ്ടോ? അഡോണ വരച്ചപ്പോ ഈ ETDS എന്ന് പറയുന്നത് XY ലൈനെ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ? അതല്ലേ പറഞ്ഞേ? അതല്ല, പിന്നെ മുകളിൽ വരച്ചത് ഏത്? ഇപ്പൊ വരച്ചത് ഈ ലൈന് അത് ആ പ്രിസത്തിനകത്തൂടെ പാസ് ചെയ്താൽ കുഴപ്പമുണ്ടോ? താഴ്ത്തി എടുത്ത കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു പോർഷൻ ആക്ച്വലി ഇവിടെ ഇല്ലാത്ത സാധനം ഏതാ? ഈ ഒരു നമ്മുടെ ഈ പ്രിസത്തിന്റെ ഫുൾ ഹൈറ്റിൽ വരച്ചേക്കുന്ന കണ്ടില്ലോ? ഇത് ആക്ച്വലി അവിടെ ഇല്ലാത്തതാ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അതിനകത്ത് കൂടെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ സ്ഥലം ഉണ്ടെങ്കിൽ ഇച്ചിരി മേളിലോട്ട് മാറ്റി വരയ്ക്കുക കേട്ടോ. സ്ഥലം ഉണ്ടെങ്കിൽ, അതല്ല ഇതിനകത്തിൽ കൂടെ പോയി എന്ന് കരുതി ഒരു പ്രോബ്ലം ഇല്ല. കാരണം ഇത് നമുക്ക് ആവശ്യം ഇല്ലാത്തൊരു ഏരിയ ആയത്, മനസ്സിലായോ? അപ്പൊ ഇതിപ്പോ ഇവിടെ തുടച്ചു കളഞ്ഞാലും പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങളുടെ മാർക്കൊന്നും ആരും കുറയ്ക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സാധനം അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. അതിനുവേണ്ടി ഞാൻ പറഞ്ഞ ഇത് തുടച്ചു കളയണ്ടെന്ന് പറഞ്ഞത്, മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതിനകത്തിൽ കൂടെ പോയാലും നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് 42.888 ഈ ഡിസ്റ്റൻസ് എടുക്കുക. 42.888. ഡിസ്റ്റൻസ് എടുത്തൊന്നുകൂടെ ഒന്ന് പറയാമോ? ആ ഡിസ്റ്റൻസ് എടുത്തത് ഈ കട്ടിംഗ് പോയിന്റ്, ഏത് കട്ടിംഗ് പോയിന്റ് ഞാൻ ഈ 90 ഡിഗ്രി വരച്ചേക്കുന്ന 1 കണ്ടോ? ഫ്രണ്ട് വ്യൂല് കണ്ടോ? 1' കണ്ടോ? കാണുന്നുണ്ടോ? എന്നിട്ട് നേരെ ടോപ്പ് വ്യൂല് വന്നിട്ട് താഴെ വന്നിട്ട് XY ലൈനിൽ നിന്ന് 1 വരെയുള്ള ദൂരം കണ്ടോ? 1 വരെയുള്ള ദൂരം എത്ര? 42. കണ്ടോ? കാണുന്നുണ്ടോ? 42.888 കാണുന്നുണ്ടോ? ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ ഈ പുതിയ ലൈന് വെച്ചിട്ട് ഈ ലൈനെ കട്ട് ചെയ്യുക. അപ്പൊ കിട്ടുന്ന പോയിന്റ് ആണ്, അതിന് 1 എന്ന് പേര് കൊടുക്കുക. ദിസ് പോയിന്റ് ഈസ് 1. XY എന്നല്ല, ഇവിടെ മാർക്ക് ചെയ്യുന്നത് XY ന്ന് താഴോട്ട് ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മുടെ പുതിയ റെഫറൻസ് ലൈൻ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ഇതേപോലെ അടുത്ത പോയിന്റ് 5 ആണ്. അപ്പൊ 5' ഇതേപോലെ വരയ്ക്കുക. അതാ 5' ഇതേപോലെ മേളിലോട്ട് വരയ്ക്കുക. സച്ച് ദാറ്റ് ഈ ആംഗിൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. എത്ര ഡിഗ്രി ആയിരിക്കണം? ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഈ വരയ്ക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, ഇനി അതില് നമ്മൾ എന്ത് ചെയ്യണം? 5ന്റെ ദൂരം എടുക്കുക. XY ലൈൻ തൊട്ട് 5 വരെയുള്ള ദൂരം എത്ര നോക്കിയേ? 14.356 എന്ന് കാണാം, കണ്ടോ? 14.356. അത് ഈ ലൈനിൽ മാർക്ക് ചെയ്യാം. 14.356. അതിനെന്ത് കൊടുക്കുക? അതിന് 5 എന്ന് പേര് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് 2. അടുത്ത 2 എന്ന് വരയ്ക്കുക. അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അത് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചോണം. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, ഇനി XY ലൈൻ തൊട്ട് 2 വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കണം. XY ലൈൻ തൊട്ട് 2 വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? ഇവിടെ ഇപ്പം നിങ്ങൾ എത്ര ഡിസ്റ്റൻസ് ആണോ എടുത്തേക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾ XY ലൈനിൽ നിന്ന് എത്ര ദൂരം താഴോട്ട് മാറ്റിയാണോ വരച്ചേക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. ആനന്ദ്, ഹലോ ആനന്ദ്, ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന 60 എന്നുള്ള വാല്യൂ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ എത്ര XY ലൈനിൽ എത്ര ദൂരം മാറ്റിയാണോ വെച്ചേക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ദൂരം എത്രയാണോ അതെടുത്ത് വേണം വരയ്ക്കാൻ. ഓക്കെ, സോ ഇതിപ്പോ എനിക്ക് കിട്ടിയേക്കുന്നത് 60.521. അപ്പൊ അതിവിടെ മാർക്ക് ചെയ്യാം. 60.521. ഓക്കെ, അതിന് പേര് കൊടുക്കേണ്ടത് എന്താണ്? 2 എന്ന് പേര് കൊടുക്കണം. 2. ഓക്കെ, ഇനി അടുത്ത ഇതേപോലെ അടുത്ത പോയിന്റ് 4'. അഗെയിൻ വരയ്ക്കുമ്പോ ശ്രദ്ധിച്ചോണം, ഞാൻ പറഞ്ഞു ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാ. ഇനി XY ലൈനിൽ നിന്ന് 4 വരെ എത്ര? XY ലൈനിൽ നിന്ന്
നമ്മുടെ 5 വരെ എത്ര ആയിരുന്നു? 14.356. അതേ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ്, 14.356. അത് മാർക്ക് ചെയ്യുക ഇവിടെ. അല്ലെങ്കിൽ നമ്മുടെ ഈ ലൈനിൽ നിന്ന് നമ്മളിപ്പോ ഈ വരച്ച ലൈൻ ഉണ്ടല്ലോ 14.356, അവിടുന്ന് ഒരു ലൈൻ പാരലൽ ആയിട്ട് വരച്ചാലും മതി. കണ്ടോ 14.356 ഈ ഡിസ്റ്റൻസ്. അപ്പൊ അതിന് പേര് കൊടുക്കണം, എന്താണ്? 4 എന്ന് പേര് കൊടുക്കുക. 4. Then അടുത്തത് ലാസ്റ്റ് എന്താണ്? ത്രീ ഡാഷ് എന്ന് വരയ്ക്കുക. 3 ഡാഷ് ഇതാ ഇവിടെ. അഗെയിൻ ഈ ആംഗിൾ എപ്പോഴും ചെക്ക് ചെയ്തോണം, ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല, 90 ഡിഗ്രി. ദെൻ XY ലൈനിൽ നിന്ന് 3 വരെ എത്രയാ? 42. അതായത് 1 വരെ എത്ര ആയിരുന്നു? അതേ സെയിം ഡിസ്റ്റൻസ് തന്നെ. കണ്ടോ 42.888. അപ്പൊ 1 ൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചാലും മതി. കണ്ടോ ഈ 1 ൽ നിന്ന് നമ്മൾ നേരെ ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചാൽ മതി. ഇതാ, എന്നിട്ട് ഇവിടെ എത്രയാണെന്ന് മെഷർ ചെയ്യുമ്പോൾ കണ്ടോ 42.888. കണ്ടോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അതിനെന്ത് പേര് കൊടുക്കുക? അതിന് 3 എന്ന് പേര് കൊടുക്കുക. 3. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ജോയിൻ ചെയ്താൽ മതി. 1 ൽ നിന്ന് എങ്ങോട്ട് ജോയിൻ ചെയ്യുക? 1 ൽ നിന്ന് 2 ഓക്കെ, 2 ൽ നിന്ന് എങ്ങോട്ടാ? 2 ൽ നിന്ന് നേരെ 3 2 ൽ നിന്ന് നേരെ 3 3 ൽ നിന്ന് നേരെ 4 3 ൽ നിന്ന് നേരെ 4 ഓക്കെ, 4 ൽ നിന്ന് നേരെ 5 5 ൽ നിന്ന് നേരെ 1 എന്നിട്ട് അത് ഡാർക്ക് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രൂ ഷേപ്പ്. അതായത് ഇവിടെ ആക്ച്വലി മുറിഞ്ഞു പോയേക്കുന്ന യഥാർത്ഥത്തിലുള്ള ഷേപ്പാണിത്. അപ്പൊ ഇതും നമ്മൾ എന്ത് ചെയ്യണം? ഇതും നമ്മൾ ഹാച്ച് ചെയ്തേ വരയ്ക്കാവുള്ളൂ. ഹാച്ചിങ്. കണ്ടോ? എന്നിട്ട് ഇവിടെ പേര് കൊടുക്കുക, ദിസ് ഈസ് ദ ട്രൂ ഷേപ്പ്. This is the true shape. Okay, so this is the sectional top view. അപ്പൊ നമ്മൾ sectional top view വരച്ചു, front view വരച്ചു, true shape വരച്ചു. ഇനി അടുത്ത എന്താ? ഡെവലപ്മെന്റ്. നെക്സ്റ്റ് ഈസ് ദ ഡെവലപ്മെന്റ്. അപ്പൊ ഡെവലപ്മെന്റ് വരയ്ക്കണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ സിലിണ്ടർ വരച്ചപ്പോൾ ഡെവലപ്മെന്റ് എന്തായിരുന്നു? ഒരു റെക്ടാംഗിൾ വരച്ചു, ശരിയല്ലേ? അപ്പൊ ഇവിടെയും നമ്മൾ ഒരു റെക്ടാംഗിൾ വരയ്ക്കണം. അപ്പൊ നമ്മൾ സിലിണ്ടർ വരച്ചപ്പോൾ ആ റെക്ടാംഗിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും എത്രയാണെന്ന് ഓർമ്മയുണ്ട്? ലെങ്ത് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ആയിരുന്നു. അപ്പൊ ഇവിടെയും നമ്മൾ ഈ പ്രിസം വരയ്ക്കുമ്പം നമ്മൾ ആദ്യം ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ റെക്ടാംഗിൾ വരയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് ലെങ്തും വേണം, ബ്രെഡ്ത്തും വേണം. അപ്പൊ സിലിണ്ടറിന്റെ കേസിൽ നമ്മുടെ റെക്ടാംഗിളിന്റെ ലെങ്ത് എന്തുവായിരുന്നു? സർക്കംഫറൻസ് ആയിരുന്നു, 2πr ആയിരുന്നു. അപ്പൊ ഇതൊരു പെന്റഗണൽ പ്രിസവാ. അപ്പം പെന്റഗണൽ പ്രിസം ആവുമ്പോൾ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എത്ര സൈഡ് ഉണ്ട് ഇൻറ്റു സൈഡ് ലെങ്ത് ഇൻറ്റു നമ്പർ ഓഫ് സൈഡ്സ് എടുത്താൽ മതി. അപ്പൊ ഇവിടെ സൈഡ് ലെങ്ത് എത്ര? 30. എത്ര സൈഡ്സ് ഉണ്ട്? 1 2 3 4 5. അപ്പൊ 30 × 5 എത്ര വരും? 150. സോ ലെങ്ത് എത്രയാണ്? 150. അഭിഷേക്, ഞാൻ ഈ പറഞ്ഞത് പിടികിട്ടിയോ? 150. മനസ്സിലായി സാർ. ആനന്ദേ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ സിലിണ്ടറിന്റെ പ്രോബ്ലത്തിൽ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πr ആയിരുന്നു, സർക്കംഫറൻസ് 2πr. 2πr.
ഇപ്പൊ പ്രിസമാണെങ്കിൽ നമ്മൾ ഈ പ്രിസത്തിന് എത്ര സൈഡ് ഉണ്ടെന്ന് നോക്കിയേ. പെന്റഗണ 1 2 3 4 5 സൈഡ് ഉണ്ട്. അപ്പൊ 5 സൈഡ് ഇൻറ്റു ഇതിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയാണ് അവർ തന്നേക്കുന്നത്? 30. അപ്പൊ 30 × 5 എത്ര? 150. മനസ്സിലായി? ഇപ്പൊ 6 ഇപ്പൊ ഹെക്സഗൺ ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? 6 സൈഡ്, 6 3 18. ഇവിടെ 80 വന്നേ. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ. ഇപ്പൊ സ്ക്വയർ പ്രിസം ആയിരുന്നെങ്കിൽ 4 സൈഡ്, അപ്പം 30 × 4 3 12. ഇവിടെ 120 എന്നായിരിക്കും വരുന്നത്. 120. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ ഹൈറ്റ് സെയിം ആണ്. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിന്റെ എഡ്ജസ് വരയ്ക്കണം. അപ്പൊ ഇതിന്റെ ഓരോ സൈഡും എത്ര? 30. അപ്പൊ 30ന്റെ ഓരോ സൈഡ് വരയ്ക്കുക. കണ്ടോ? 30ന്റെ വെർട്ടിക്കൽ എഡ്ജ് വരയ്ക്കുക. 30. ഇതിന്റെ പെന്റഗന്റെ സൈഡ് 30 ആണ്. 30 വെച്ചിട്ട് ഇതാ 30, പെന്റഗന്റെ സൈഡ് 30 ആയതുകൊണ്ട് 30 വെച്ചിട്ട് ഇതാ. ഓക്കെ. സോ 30 30 30 30 ചെയ്തു. ഇനി നമ്മൾ ഇതിന് പേര് കൊടുക്കണം കറക്റ്റ് ആയിട്ട്. നമ്മൾ മേളത്തെ പേരെന്തോ കൊടുത്തെന്ന് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? മേളത്തെ സർഫസിന് കൊടുത്ത പേര് ABCD എന്നായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ ഈ മേളത്തേന് A, ഇതിന് A എന്ന് കൊടുക്കുക. ദിസ് ഈസ് B, ദിസ് പോയിന്റ് ഈസ് C, ദിസ് പോയിന്റ് ഈസ് D, ദിസ് പോയിന്റ് ഈസ് E, ആൻഡ് ദിസ് പോയിന്റ് ഈസ് A. എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ. ഇനി താഴത്തെ പേരുകൾ എന്തൊക്കെയാ? PQRS അല്ലെ തുടങ്ങിയത്. അപ്പൊ P യിലാ തുടങ്ങിയത്. P, അടുത്തത് Q, then R, S, T, U അല്ല P. എവിടെ നിന്നാണ് തുടങ്ങി അവിടെ തന്നെ. PQRSTP. ഓക്കെ. ഇനി നമ്മൾ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഈ കട്ടിംഗ് പോയിന്റ്സിനെ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് നേരെ റൈറ്റിലോട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്താൽ മതി. കണ്ടോ? ഇവിടുന്ന് നേരെ റൈറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ AP-യിലെ പോയിന്റ് എന്താ? 1 ആണ്. അപ്പൊ AP-യില് ഞാൻ ഇവിടെ 1 എന്ന് കൊടുത്തു. ഇവിടെയും AP-യില് 1 എന്ന് കൊടുത്തു. അടുത്തത് എന്താണ്? 5 എന്നുള്ള പോയിന്റ്. 5 എന്നുള്ള പോയിന്റ് എവിടാണ്? ET-യിലാണ്. ET-യിലോട്ട് കൊടുക്കണം. കറക്റ്റ് ആയിട്ട് കൊടുക്കണേ, തെറ്റിപ്പോലെ. ET-യിലാണ് 5. സോ ET എന്ന് പറഞ്ഞാൽ ഇവിടാണ്. സോ ദിസ് ഈസ് 5. ഓക്കെ. ഇനി അടുത്തത് BQ-യില് BQ-യില് 2 മാർക്ക് ചെയ്യുക. സോ ദിസ് ഈസ് BQ. അവിടെ 2 കൊടുത്തു. ഓക്കെ. ഇനി അടുത്തത് DS-ൽ 4. DS-ൽ 4. DS-ൽ 4. അടുത്തത് CR-ൽ ആരുണ്ട്? CR-ൽ 3. CR-ൽ 3. CR ഇതാണ്. സോ ദിസ് പോയിന്റ് ഈസ് 3. CR-ൽ 3. ഓക്കെ. ഇനി നമ്മൾ ജോയിൻ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ കഴിഞ്ഞ സിലിണ്ടർ ചെയ്ത പോലെ തന്നെ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുള്ള എന്താന്ന് വെച്ചാല്, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ 1 2 3 എന്നുള്ള പോയിന്റ് ആർക്ക് വെച്ചാ ജോയിൻ ചെയ്തത്. കാരണം എന്താ? ബിക്കോസ് അത് കർവ്ഡ് സർഫസ് ഒബ്ജക്റ്റാ. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസ് ഒബ്ജക്റ്റാ. പക്ഷെ പ്രിസം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഫ്ലാറ്റ് സർഫസ് ഒബ്ജക്റ്റ്. അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ചേ വരയ്ക്കാവുള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഈ 1 2 ഒക്കെ എന്തായിട്ടാ വരച്ചത്? കർവായിട്ടാ വരച്ചത്. അഡോണ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? ആ സർ കേൾക്കാം.
ഓക്കെ. സോ ഇപ്പൊ നമ്മൾ വരയ്ക്കുമ്പോ ഇത് എന്തായിട്ടേ വരയ്ക്കാവുള്ളൂ? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടേ വരയ്ക്കാവുള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മളെല്ലാം കർവായിട്ടാണ് വരച്ചത്, ബിക്കോസ് അത് കർവ്ഡ് സർഫസ് ഒബ്ജക്റ്റ് ആയിരുന്നു. പ്രിസം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് സർഫസ് ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ സ്ട്രെയിറ്റ് ലൈൻ വെച്ചേ വരയ്ക്കാവുള്ളൂ. ദെൻ 5 തിരിച്ച് 1 പിന്നെ നമ്മൾ ഇതിന്റെ എഡ്ജസ് ഉണ്ട്. ഈ എഡ്ജസ്, അതായത് ഈ APBQCRDS എന്നൊക്കെ പറയുന്ന എഡ്ജസാ. പക്ഷെ എഡ്ജസ് ഫുൾ ആയിട്ടുണ്ടോ? ഇല്ല. മുകൾ ഭാഗം കുറെ കട്ടായി പോയി. അപ്പൊ അതുകൊണ്ട് ആ ബാക്കിയുള്ളത് മാത്രമേ നമ്മൾ താഴോട്ടുള്ളത് മാത്രമേ ഉള്ളൂ നമുക്കുള്ളത്. അതുകൊണ്ട് അത് മാത്രം ഡാർക്ക് ആക്കുക. ഓക്കെ. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് എന്തോ ഡെവലപ്മെന്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ലാറ്ററൽ സർഫസ് ഡെവലപ്മെന്റ്. ഓക്കെ. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ഡെവലപ്മെന്റ് ഓഫ്, കണ്ടോ, ലാറ്ററൽ സർഫസ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലാറ്ററൽ സർഫസ് ഓഫ് ട്രങ്കേറ്റഡ് പ്രിസം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ചിലപ്പോൾ പ്രോബ്ലത്തിൽ ഫുൾ ഡെവലപ്മെന്റ്, അപ്പൊ നമുക്ക് ഫുൾ ഡെവലപ്മെന്റ് തന്നെ വരയ്ക്കാം, കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഇതിന്റെ താഴെ ഒരു പെന്റഗൺ ഉണ്ട്, അതുകൂടെ വരച്ചു വെക്കണം. ഓക്കെ, താഴത്തെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് പെന്റഗന്റെ സൈഡ് എത്ര ആയിരുന്നു? പെന്റഗന്റെ സൈഡ് 30. അതായത് 30 സൈഡ് ഉള്ള ഒരു പെന്റഗണെ നമ്മൾ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ഒരിടത്ത് ഏതെങ്കിലും ഒരു സൈഡ് കൺസിഡർ ചെയ്തിട്ട് അവിടെ വരച്ചു വെക്കണം. ഏതെങ്കിലും ഒരു സൈഡിൽ മതി കേട്ടോ. എവിടെങ്കിലും ഒരു സൈഡിൽ ഒരു പെന്റഗൺ അങ്ങ് വരച്ചു വെച്ചാൽ മതി. ഓക്കെ. ഇനി അതിന് പേര് കൊടുക്കുന്ന ശ്രദ്ധിക്കുക. ഇതിപ്പോ 6ന്റെ ഇപ്പുറത്തെ പോയിന്റ് Q. അപ്പൊ ആ Q എന്നുള്ള പോയിന്റ് ഇവിടെ കൊടുക്കണം. കണ്ടോ? ഇനി Qന്റെ ഇപ്പുറത്തെ പോയിന്റ് P ആണ്, അത് ഇവിടെ കൊടുക്കുക. പിന്നെ 6ന് അപ്പുറത്തെ പോയിന്റ് S, അത് ഇവിടെ ഉണ്ട്. S-ന് അപ്പുറത്തെ പോയിന്റ് T ആണ്, അപ്പൊ T ഇവിടെ കൊടുക്കുക. PQRST. ഇനി മേളിലത്തെ പെന്റഗന്റെ പേരെന്തുവായിരുന്നു? ABCD. അതുണ്ടോ ഇവിടെ? ഇല്ല. കാരണം എന്താ? അത് കട്ട് ചെയ്ത് പോയി. Okay, so this is the development section and development of a pentagonal prism. Okay, നിങ്ങൾക്ക് ഇനി സംശയമുള്ളത് ചോദിച്ചോ. സാറേ അവിടെ നെയിം ചെയ്തെന്ന് പറയാമോ? ABCD ഏത് നെയിം ചെയ്ത? ഡെവലപ്മെന്റ് ആണോ? ആണോ? ഡെവലപ്മെന്റ് നമ്മൾ നെയിം ചെയ്യുമ്പോൾ മുകളിലത്തേന് നമ്മൾ നേരെ ഫ്രണ്ട് വ്യൂയിലോട്ട് നോക്കിയേ. ABCDE എന്നാ പേര് കൊടുത്തേക്കുന്നത്. കണ്ടോ? A', B', C', D', E'. അപ്പൊ അതേ നെയിം തന്നെ മേളിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ഓർഡറിൽ ABCDE എന്ന് പറഞ്ഞാൽ കൊടുത്തു. കണ്ടോ? കണ്ടു സാർ. ഇപ്പൊ താഴത്തെ പേരെന്തോ? P', അതായത് PQRST എന്നാ കൊടുത്തേക്കുന്നത്. P', T', Q'. അപ്പൊ ഞാൻ താഴെ കൊടുക്കുമ്പോ അതിന് കറക്റ്റ് ഓർഡറിൽ PQRSTP അത് അതുപോലെ തന്നെ കൊടുത്തു. അത്രേ ഉള്ളൂ സാർ. അപ്പൊ ഫ്രണ്ടിൽ കാണുന്നതല്ലേ നമ്മൾ ആദ്യം എടുത്ത് എഴുതുന്നത്? ഏതാ ഫ്രണ്ടിൽ കാണുന്ന ആ ലൈൻസ് അല്ലേ നമ്മൾ ആദ്യം എടുത്ത് എഴുതുന്നത്? അല്ല, ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ റെക്ടാംഗിൾ വരച്ചിട്ട് ഈ നെയിമിങ് അത് കണ്ടിന്യൂസ് ഓർഡറിൽ അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ സാർ. അതായത് പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ ആദ്യം ഈ പ്രിസത്തിന്റെയും സിലിണ്ടറിന്റെയും ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ ആദ്യം ഈ റെക്ടാംഗിൾ വരയ്ക്കുക, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ മേളിലത്തെ പേര് എന്താണോ അത് അതുപോലെ കണ്ടിന്യൂസ് ഓർഡറിൽ
ഇപ്പൊ ABCD എന്നാണെങ്കിൽ ABCD, PQRS എന്നാണെങ്കിൽ PQRS. ഇപ്പൊ ഫ്രണ്ട് വ്യൂവിൽ വരുന്ന സമയത്ത് ചിലപ്പം ആ ഓർഡറിലൊന്നും വരത്തില്ല, കാരണം നമ്മൾ ടോപ്പ് വ്യൂവില് കൊടുത്തേക്കുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് ഫ്രണ്ട് വ്യൂവിൽ നെയിമിങ് വരത്തുള്ളൂ. പക്ഷെ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ നമ്മൾ ആ നെയിമിങ് കൊടുക്കുന്ന കണ്ടിന്യൂസ് ഓർഡറിൽ തന്നെ കൊടുക്കണം. ഓക്കെ സാർ. ഓക്കെ, അഭിഷേക് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. ഓക്കെ, ആദം ക്ലിയർ സർ. ഓക്കെ, അഡോണ ക്ലിയർ സർ. ഓക്കെ, ജൂഡിത്ത് ക്ലിയർ സർ. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണ്. സോ ദാറ്റ് ഈസ് ദി ഡെവലപ്മെന്റ് ഓഫ് സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അതായത് പ്രിസം, ഏത് പ്രിസം വന്നാലും ഏത് സിലിണ്ടർ ഒരെണ്ണേ ഉള്ളൂ, സിലിണ്ടറും പ്രിസവും ഒരേപോലെ. സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇപ്പൊ ഈ ഡിസ്റ്റൻസ് എത്ര? ഇത് 150. ഈ 150 എങ്ങനെ വന്നെന്ന് മനസ്സിലായി? ആനന്ദ്, ഇത് ക്ലിയർ ആണോ? ഈ 150 എങ്ങനെ വന്നെന്നുള്ളത് അത് മനസ്സിലായി സാർ. ഓക്കെ, അപ്പൊ സിലിണ്ടർ വരുമ്പോ ഇത് 2πr ആയിരിക്കും കേട്ടോ. 2πr. ഓക്കെ സാർ. അപ്പൊ r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ, സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കും 2 π × r. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കി, ഇപ്പൊ ഈ ഡെവലപ്മെന്റ് ഞാൻ 150 എടുത്തിട്ട് അതിനെ എത്ര ആയിട്ടാ ഡിവൈഡ് ചെയ്തേക്കുന്നത്? ഇതാ ഇവിടെ ഈ ഡിസ്റ്റൻസ് 30, ഈ ഡിസ്റ്റൻസുകളെല്ലാം എത്രയാ? 30. കണ്ടോ? ഇത് എവിടുന്ന് കിട്ടിയെന്ന് മനസ്സിലായോ ആദം? ഈ 30 എവിടുന്ന് കിട്ടിയെന്ന് മനസ്സിലായോ ആദം? സൈഡ് സൈഡ് ഓഫ് ദി പെന്റഗൺ. അപ്പൊ ഒരു ഹെക്സഗൺ ആവുമ്പോ ഇവിടെ ഇങ്ങനത്തെ എത്ര എണ്ണം വരും? ഒരു ഹെക്സഗൺ ആവുമ്പോ ഇവിടെ 6 എണ്ണം വരും. ഓക്കെ, ഇപ്പൊ ഒരു സ്ക്വയർ പ്രിസം ആണെങ്കിൽ എത്ര എണ്ണം വരും? 1, 2, 3, 4 എണ്ണം വരും. മനസ്സിലായോ ആനന്ദ്? മനസ്സിലായോ? മനസ്സിലായി സാർ, മനസ്സിലായി. ഓക്കെ, അപ്പൊ ഒരു സ്ക്വയർ പ്രിസം വന്നാല് ഇനി ഒരു ട്രയാങ്കുലർ പ്രിസം ആണെങ്കിലോ? ട്രയാങ്കുലർ പ്രിസം ആവുമ്പോൾ 3 എണ്ണേ വരത്തുള്ളൂ. 30, 30, 30, 3 എണ്ണേ വരത്തുള്ളൂ. മനസ്സിലായോ? റെക്ടാങ്കുലർ പ്രിസം ആണെങ്കിൽ 4 എണ്ണം വരും, ഇതുപോലെ 4 എണ്ണം. പെന്റഗൺ ആവുമ്പോ 5, ഹെക്സഗൺ ആവുമ്പോ 6, അങ്ങനെയുള്ളൂ. സിമ്പിൾ. അപ്പൊ നിങ്ങൾക്ക് സിലിണ്ടറും പ്രിസത്തിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? സിലിണ്ടറും പ്രിസവും സംശയം ഉണ്ടോ? സിലിണ്ടറും പ്രിസവും ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ, നോ പ്രോബ്ലം. ഓക്കെ, ശരി. അപ്പൊ ഞാൻ അടുത്ത ഒരു പ്രിസവും കൂടെ പറയാം. ഓക്കെ, ഞാനിതങ്ങ് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഓക്കെ, ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഓക്കെ, അഭിഷേക് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സർ. ഓക്കെ, അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലം പെന്റഗണൽ പ്രിസം ആയിരുന്നു. ഇപ്പൊ അടുത്തത് ഹെക്സഗണൽ പ്രിസം. ഓക്കെ, അപ്പൊ ഇതിനകത്തിൽ നോക്കിയേ, ഹെക്സഗണൽ പ്രിസം, സൈഡ് 20, ഹൈറ്റ് 60, റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് HP സച്ച് ദാറ്റ് 2 ബേസ് എഡ്ജസ് ആർ പെർപെൻഡിക്കുലർ ടു VP. ഇതാ ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, 2 ബേസ് എഡ്ജസ് VPക്ക് അപ്പൊ അങ്ങനെ തന്നെ വരച്ചു വെക്കണം. ഇറ്റ് ഈസ് കട്ട് ബൈ എ സർഫസ് വിച്ച് ഇസ് ഇൻക്ലൈൻഡ് അറ്റ് 300 അല്ല, അത് 30 ഡിഗ്രി ആണ്. അപ്പൊ ഞാൻ കോപ്പി ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക്. 30 ഡിഗ്രി ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP. കട്ടിംഗ് പ്ലെയിൻ 30 ഡിഗ്രി ടു HP ആണ്.
The plane passing through the midpoint of the axis of the prism, draw the development വരയ്ക്കാനാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് വരയ്ക്കാം. അപ്പൊ ഞാൻ ആദ്യം ഹെക്സഗണൽ പ്രിസം വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ ഹെക്സഗണൽ പ്രിസം വരയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെ വരയ്ക്കണം. കാരണം എന്താണെന്നറിയോ? കാരണം ക്വസ്റ്റനിൽ അവർ പറഞ്ഞിട്ടുണ്ടത് 2 ബേസ് എഡ്ജസ് ആർ പെർപെൻഡിക്കുലർ ടു വി പി. 2 ബേസ് എഡ്ജസ് വി പിക്ക് എന്താകണം? പെർപെൻഡിക്കുലർ ആകണം എന്ന് പറഞ്ഞതേ ഈ ബേസ് എഡ്ജ് എത്ര ഡിഗ്രി ആണെന്ന് നോക്കിയേ? 90 ഡിഗ്രി. അതുപോലെ ഈ ബേസ് എഡ്ജ് എത്രയാ? 90 ഡിഗ്രി. കണ്ടോ? 90 ഡിഗ്രി ടു വി പി. ആനന്ദ് കാണുന്നുണ്ടോ? 90 ഡിഗ്രി കാണുന്നുണ്ടോ? കാണാം സാർ. ഓക്കെ, സോ ഇവിടെ 2 ബേസ് എഡ്ജസ് പെർപെൻഡിക്കുലർ ടു വി പി ആണ്. അപ്പൊ ഞാൻ ഈ 2 ബേസ് എഡ്ജസ് വി പിക്ക് പെർപെൻഡിക്കുലർ ആക്കി. ഇനി നമ്മൾ പേര് കൊടുക്കുക. പേര് കൊടുക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഹൈറ്റ് എത്ര? 60. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഇതിന്റെ പേര് കൊടുക്കാൻ പോവാണ്. സോ ദിസ് ഈസ് എ ബ്രാക്കറ്റില് പി, ദിസ് ഈസ് എ ബ്രാക്കറ്റില് പി, ദിസ് ഈസ് ബി ബ്രാക്കറ്റില് ക്യൂ, then next is C bracket R, then this is D bracket S, then E bracket T, A B C D E F, F bracket എന്താണ്? പി ക്യു ആർ എസ് ടി യു അല്ലെ? പി ക്യു ആർ എസ് ടി യു. ഓക്കെ, എഫ് ബ്രാക്കറ്റിലെ യു. ഓക്കെ, ദെൻ അതിനെ ഡാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ഇതിനെ എന്ത് വരയ്ക്കാൻ പോവാ? ഇനി പ്രൊജക്ട് ചെയ്തിട്ട് what is the height? Height is 60. So 60 ഹൈറ്റിൽ ഞാൻ ഫ്രണ്ട് വ്യൂ വരച്ചു. 60 ഹൈറ്റിൽ ഞാൻ ഫ്രണ്ട് വ്യൂ വരച്ചു. ഓക്കെ, ഇനി പേര് കൊടുക്കുക. ലെഫ്റ്റിലെ എയും എഫും ആണ്. സോ ദിസ് ഈസ് എ ഡാഷ് കോമ എഫ് ഡാഷ്. ദിസ് ഈസ് എ ഡാഷ് കോമ എഫ് ഡാഷ്. ദെൻ അടുത്തത് എന്താണ്? അടുത്തത് ബിയും ഇയും ആണ്. അപ്പം മേളത്തെ പോയിന്റ് ആണ്. അപ്പൊ ബി ഡാഷ് കോമ ഇ ഡാഷ്, ബി ഡാഷ് കോമ ഇ ഡാഷ്. ദെൻ അടുത്തത് സിയും ഡിയും ആണ് മുകളിലത്തെ പോയിന്റ്. അപ്പൊ ഇവിടെ സി ഡാഷ് കോമ ഡി ഡാഷ്, സി ഡാഷ് കോമ ഡി ഡാഷ്. ഓക്കെ, ഇനി അടുത്ത താഴെ എന്ത് വരും? പി ഡാഷ് കോമ യു ഡാഷ്, പി ഡാഷ് കോമ യു ഡാഷ്. ദെൻ അടുത്ത എന്താണ്? ക്യൂ ഡാഷ് കോമ ടി ഡാഷ്, ക്യൂ ഡാഷ് കോമ ടി ഡാഷ്. ഓക്കെ, അടുത്തത് എന്താണ്? ആർ ഡാഷ് കോമ എസ് ഡാഷ്. ഓക്കെ, അത്രയും വരച്ചു. അത്രയും വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ഡാർക്ക് ചെയ്യണം. ഓക്കെ,
ഇനി നമ്മൾ ഇതിന്റെ എന്താണ് കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കാൻ പോകും. കട്ടിംഗ് പ്ലെയിൻ നോക്കിയേ, 30 ഡിഗ്രി ടു HP ആണ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് ദി ആക്സിസ് ഓഫ് ദി പ്രിസം. അപ്പൊ ഇതിന്റെ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമ്മൾ ഇവന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ ഇവന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക, 30. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ എന്ത് ചെയ്യണം, കട്ടിംഗ് പ്ലെയിനിന്റെ മുകളിലോട്ടുള്ളതെല്ലാം ലൈറ്റ് ആക്കണം. അപ്പം എന്താ കട്ടിംഗ് പ്ലെയിനിന്റെ മുകളിലോട്ട് വരയ്ക്കുന്നതെല്ലാം നമ്മൾ തുടച്ചു കളയരുത് ഒരിക്കലും. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഡാർക്ക് ചെയ്തിട്ട് പിന്നെ, അതായത് അത് ആക്ച്വലി അവിടെ ഉണ്ട്, നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞേക്കുവാണെന്ന് കാണിക്കാൻ വേണ്ടിയാ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ ജൂഡിത്ത്? ഇത്രയും ക്ലിയർ ആണോ? sir. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ കട്ടിംഗ് പോയിന്റ്സ് ഞാൻ ലെഫ്റ്റിൽ നിന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ ആക്ച്വലി രണ്ടിടത്ത് കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഒരെണ്ണമാണ് ഫ്രണ്ടിലുള്ളത്. ഏത് എഡ്ജാണ്? AP എന്ന് പറയുന്ന എഡ്ജാണ്. നേരെ താഴോട്ട് നോക്കിയാൽ, നേരെ താഴോട്ട് നോക്കുമ്പോൾ AP എന്ന് പറയുന്ന എഡ്ജാണ് ഫ്രണ്ടിലുള്ളത്. അതിന്റെ ബാക്കിലുള്ള എഡ്ജ് FU ആണ്. അപ്പൊ FUന് ഇപ്പൊ പേര് കൊടുക്കരുത്. അപ്പൊ 1 സിമിലർലി അടുത്തത് വരുമ്പോൾ BQ ഫ്രണ്ടിലുണ്ട്, അതിന്റെ പുറകിൽ ET ഉണ്ട്. അപ്പൊ BQവിനാണ് പേര് കൊടുക്കേണ്ടത്. അടുത്തത് വരുമ്പോൾ CR ആണ് ഫ്രണ്ടിലുള്ളത്, പിന്നെ DS. അപ്പൊ ആദ്യം നമുക്ക് ഫ്രണ്ടിലുള്ളതിനെല്ലാം പേര് കൊടുക്കുക. അപ്പൊ ഇവിടെ 1 അപ്പൊ ഇവിടെ 2 വരും. അടുത്ത പോയിന്റ് ഇവിടെ 2 then ഇവിടെ എന്ത് വരും? ഇവിടെ 3 വരും. അപ്പൊ ഇവിടെ തന്നെ അടുത്ത പോയിന്റ്, ബാക്കിൽ വരുന്ന പോയിന്റ് 4 അവിടുന്ന് തിരിച്ചു വരണം. ആ ലൈനെ കൂടെ തിരിച്ചു വരണം. 4 പിന്നെ ഇവിടെ എന്ത് വരും? ഇവിടെ 5 പിന്നെ ലാസ്റ്റിൽ വന്നിട്ട് ഇവിടെ വരുമ്പം 6 ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോണം. ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ്. ആദ്യം കാണാൻ പറ്റുന്ന എഡ്ജിൽ പോയിട്ട് പിന്നെ തിരിച്ച് അതേ ലൈനിൽ കൂടെ തിരിച്ചു വരിക. ഇനി ഈ പോയിന്റ്സ് താഴോട്ട് മാർക്ക് ചെയ്യുക. അപ്പൊ അതിനിതാ AP-യിൽ 1 വരും. സോ ഇവിടെ 1 വന്നു. ദെൻ BQ-ൽ 2 വന്നു. നേരെ പ്രൊജക്ട് ചെയ്യുന്ന മതി താഴോട്ട്. CR-ൽ ആര് വന്നു? 3 വന്നു. DS-ൽ ആര് വന്നു? 4 വന്നു. ET-ൽ ആര് വന്നു? ET-ൽ 5 വന്നു. നേരെ മേളിൽ നിന്ന് താഴോട്ട് പ്രൊജക്ട് ചെയ്താൽ മതി. ദെൻ FU-ൽ ഇതേ 6 വന്നു. കണ്ടോ? 6. ഓക്കെ, ഇനി ഇവരെ എന്ത് ചെയ്യണം? നമ്മൾ ഈ 1 2 3 4 5 6നെ വരച്ചിട്ട് നമ്മൾ അവരെ ഹാച്ച് ചെയ്യണം. ഹാച്ചിങ് കണ്ടോ? ഇങ്ങനെ ചരിച്ചു വരയ്ക്കണം. 45 ഡിഗ്രി ലൈൻസ് ചരിച്ചു വരയ്ക്കണം. അപ്പൊ ഇത് ആക്ച്വലി ഈ 1 2 3 4 5 6 എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഈ ഇതിന്റെ മേളിലത്തെ പേരെന്താണ്? ABCDEF എന്നാണ് ഇതിന്റെ മേളിലത്തെ പേര്. പക്ഷെ ഇപ്പോ അത് ഉണ്ടോ? ഇല്ല, അത് കട്ടായി പോയി. അതിന് പകരമുള്ള പേരുകളാണ് ഏത്? 1 2 3 4 5 6. ആ 1 2 3 4 5 6 എന്ന് പറയുന്നത് സെക്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുത്തേക്കുന്നത്? ഇങ്ങനെ ചരിച്ച ലൈൻസ് വരച്ചേക്കുന്നത്, ഹാച്ചിങ് ലൈൻസ് വരച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ട്രൂ ഷേപ്പ് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ട്രൂ ഷേപ്പ് വരച്ച് കാണിക്കാം. അതിനു മുമ്പ് ഡ്രോ ദ ഡെവലപ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഡെവലപ്മെന്റ് വരച്ചിട്ട് നമുക്ക് ട്രൂ ഷേപ്പിലോട്ട് കയറാം. അപ്പൊ ഡെവലപ്മെന്റ് വരയ്ക്കണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം? ഇതിന്റെ ഒരു ലെങ്തും ഒരു ബ്രെഡ്ത്തും വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഒരു റെക്ടാംഗിൾ വരയ്ക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ പറയണം എത്രയാണ് ഇതിന്റെ ലെങ്ത് എന്നും ബ്രെഡ്ത്ത് എന്നും നിങ്ങൾ പറയണം.
ഓക്കെ, ഞാൻ റെക്ടാംഗിൾ വരച്ചു. ഇതിന്റെ ലെങ്തും ബ്രെഡ്ത്തും എത്ര, ലെങ്ത് എത്ര എന്ന് പറയാമോ ആർക്കെങ്കിലും? അഡോണയ്ക്ക് പറയാമോ ഇതിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? 120 അല്ലേ? 120. അതെ, 120 തന്നെ, കറക്റ്റ്. ഓക്കെ, 120 എങ്ങനെ കിട്ടിയെന്ന് അറിയാമല്ലോ. ഇവിടെ ഹെക്സഗന്റെ സൈഡ് എത്രയാണ്? സൈഡ് ലെങ്ത് 20 ആണ്. എത്ര സൈഡ്സ് ഉണ്ട്? അങ്ങനെ 6 സൈഡ്സ് ഉണ്ട്. സോ 6 × 20, സോ 6 × 2 12, 120. സോ അതാണ് 120 കിട്ടിയേക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മള് ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 60 ആണ്. സോ ദിസ് ഈസ് 60. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഡിവൈഡ് ചെയ്യണം. ദാ, ഓക്കെ, എത്ര ഡിസ്റ്റൻസിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഹെക്സഗന്റെ സൈഡ് എത്ര? 20. അപ്പൊ 20യിൽ ഇങ്ങനെ ലൈൻസ് വരയ്ക്കുക. 20 കണ്ടല്ലോ. 1 2 3 4 5 6. 20യിൽ നമ്മൾ എന്ത് വരച്ചു? കണ്ടല്ലോ, ഇത് വരച്ചു. ഇനി നമ്മൾ മുകളിലത്തേന് പേര് കൊടുക്കുക. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ആനന്ദ് ചോദിച്ചില്ലായിരുന്നോ ഇവിടെ പേര് കൊടുക്കുന്നത്? ഇവിടെ കറക്റ്റ് നമ്മൾ ആ ഓർഡറിൽ തന്നെ കൊടുക്കണം. ആദ്യം എ, പിന്നെ അടുത്ത ഏതാണ്? ബി. ആനന്ദ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആനന്ദ് കഴിഞ്ഞ പ്രോബ്ലം ചോദിച്ചില്ലേ? ഉണ്ട് സാർ. ഓക്കെ, അപ്പൊ ഇവിടെ എ ബി സി അത് ആ ഓർഡറിൽ തന്നെ കൊടുക്കുക. എ ബി സി ഡി ഇ എഫ് എ. ഓക്കെ, ഇനി താഴത്തേന് ഞാൻ പി ക്യു ആർ എസ് ടി എന്നാ കൊടുത്തേക്കുന്നത്. അപ്പം പി ലെഫ്റ്റിൽ നിന്ന് ആ ഓർഡറിൽ പി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാ? ക്യൂ. ദെൻ അടുത്തത് ആർ, എസ്, ടി, യു, പി. ഓക്കെ, ഇനി സിമ്പിൾ. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ പോയിന്റ്സിനെ എങ്ങോട്ട്, ഈ കട്ടിംഗ് പോയിന്റ്സിനെ എന്ത് ചെയ്താൽ മതി? റൈറ്റിലോട്ട് നേരെ ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ 1ഉം 6ഉം കിട്ടും. എ പിയിൽ 1 ആദ്യം മാർക്ക് ചെയ്യുക. എ പി. സോ എ പിയിൽ 1 മാർക്ക് ചെയ്യുക. സോ ദിസ് ഈസ് 1. ഇപ്പുറത്തും എ പി, ഇവിടെ എ പി ഉണ്ട്. സോ ദിസ് ഈസ് 1. ഓക്കെ, ഇനി അടുത്തത് എഫ് യുവിൽ ആരുണ്ട്? എഫ് യുവിൽ 6 ഉണ്ട്. അപ്പൊ ഇവിടെ 6 മാർക്ക് ചെയ്യുക. അപ്പൊ 1ഉം 6ഉം കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത 2ഉം 5ഉം ആണ്. ഇവനെ നേരെ റൈറ്റിലോട്ട് പ്രൊജക്ട് ചെയ്ത. അപ്പൊ 2ഉം 5ഉം എവിടെയാണ്? ബി ക്യൂവിൽ 2 ഉണ്ട്. അവിടെ 2 മാർക്ക് ചെയ്തു. ബി ക്യൂവിൽ 2 മാർക്ക് ചെയ്തു. ദെൻ ഇ ടിയില് 5. ഇവിടെ ഇ ടി വന്നു 5. സിമ്പിൾ ആകട്ടെ, വളരെ സിമ്പിൾ. ഒന്നുമില്ല, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണാൻ അത്ര എളുപ്പമാണിത്. ദെൻ അടുത്തത് 3-4നെ നേരെ റൈറ്റിലോട്ട് പ്രൊജക്ട് ചെയ്യുക. ദെൻ സി ആറില് 3 ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത ഡി എസില് 4 മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ ജോയിൻ ചെയ്താൽ മതി. ഇവിടുന്ന് ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം പറഞ്ഞായിരുന്നല്ലോ 1 2 വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണോ ആർക്കാണോ? സ്ട്രെയിറ്റ് ലൈനാണ്. കാരണം എന്താ? ഇത് ഫ്ലാറ്റ് സർഫസ് ഒബ്ജക്റ്റ് ആണ്. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കർവ്ഡ് സർഫസ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ജോയിൻ ചെയ്യുന്ന പോയിന്റ്സ് എന്തായിരിക്കണം? അത് ആർക്കായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ സിലിണ്ടറിന്റെ ജോയിൻ ചെയ്തപ്പോൾ ആർക്കായിരുന്നു. പിന്നെ പ്രിസം വരുമ്പോൾ അതെന്താണ്? അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഒരു കാരണവശാലും ആർക്ക് വരയ്ക്കരുത്. കാരണം പ്രിസം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് സർഫസ് ഒബ്ജക്റ്റും സിലിണ്ടർ എന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസ് ഒബ്ജക്റ്റും ആണ്. എപ്പോഴും അത് ഓർത്തിരിക്കുക. നമ്മൾ ചിലപ്പോൾ തെറ്റിപ്പോകും. നമ്മൾ പോയിന്റ്സ് കിട്ടിയ ഉടനെ അങ്ങ് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് അങ്ങ് ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, സോ 4 5 ദെൻ 5 6
then 6 1. Okay, so this is the development. ഇനി ഞാൻ ട്രൂ ഷേപ്പ് ചോദിച്ചിട്ടില്ല, ട്രൂ ഷേപ്പ് കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കാരണം ട്രൂ ഷേപ്പ് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. എന്ത് ചെയ്താൽ ആദ്യം നമ്മൾ ഇതിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ട്രൂ ഷേപ്പ് ചോദിച്ചിട്ടില്ല, അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് നോക്കിക്കോണേ. നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം വരച്ചാൽ മതി, വെറുതെ നിങ്ങൾ വരച്ച സമയം കളയരുത്. ഓക്കെ, സോ കാരണം അത് ചോദിച്ചിട്ടില്ലെങ്കിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് 1 മാർക്ക് പോലും കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഞാൻ ഈ കട്ടിംഗ് പ്ലെയിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആദ്യം ഈ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരച്ചു. ഇനി ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞേ, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം, പെർപെൻഡിക്കുലർ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ XY ലൈനിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് എടുക്കുക, താഴോട്ട് 1 വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. എത്ര വരും? 1 വരെ ഡിസ്റ്റൻസ് 42.172. അത് ഈ ലൈനിൽ മാർക്ക് ചെയ്യാം. 42.172 മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിനെന്ത് പേര് കൊടുക്കുക? അതിന് 1 എന്നും പേര് കൊടുക്കുക, 1. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അതേ ലൈനിൽ തന്നെ 6ന്റെ ഡിസ്റ്റൻസ് എത്ര നോക്കുക. 6 വരെയുള്ള ഡിസ്റ്റൻസ് ഇവിടെ 20.156. 20.156. അപ്പൊ ഇവിടെ 20.156 മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിനെന്ത് പേര് കൊടുക്കുക? അതിന് ഞാൻ 6 എന്ന് പേര് കൊടുക്കുക, 6. 1ഉം കിട്ടി, 6ഉം കിട്ടി. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യണം? അടുത്ത പോയിന്റ് 2ഉം 5ഉം ഇവിടുന്ന് നേരെ മുകളിലോട്ട് വരയ്ക്കുക. ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഓക്കെ, എന്നിട്ട് നമ്മൾ താഴെ ഇവിടുന്ന് XY ലൈനിൽ നിന്ന് 2 എത്രയാണ്? 53.181. അത് മാർക്ക് ചെയ്യുക ആദ്യം. 53.181. 53.181 മാർക്ക് ചെയ്തു. അതിനെന്ത് പേര് കൊടുക്കണം? അതിന് 2 എന്ന് പേര് കൊടുക്കുക. 2. അതിന് 2 എന്ന് പേര് കൊടുത്തു. ഇനി സിമിലർലി അടുത്ത എത്രയാണ്? 5. ഇവിടെ തൊട്ട് 5 വരെ എത്ര നോക്കുമ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് 9.148 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു 9.148. ഓക്കെ, അതിനെന്ത് പേര് കൊടുക്കണം? അതിന് 5 എന്ന് പേര് കൊടുക്കുക. 5. അതിന് 5 എന്ന് പേര് കൊടുത്തു. ദിസ് ഈസ് 5. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് 3ഉം 4ഉം ഇവിടുന്ന് വരച്ചു. ഇനി ഈ ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കണം? അത് ശ്രദ്ധിച്ചോണേ, കെയർഫുൾ. 90 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഇനി നമുക്കറിയാം ഇപ്പുറത്തെ ഡിസ്റ്റൻസ് തന്നെ അപ്പുറത്ത് വരുന്നത്. ഇപ്പുറത്ത് എത്രയാണ്? 3 വരെയുള്ള ഡിസ്റ്റൻസ് എത്ര? 42.172. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഈ 1ൽ നിന്ന് എന്ത് വരച്ചാൽ മതി? ഇങ്ങോട്ടൊരു ലൈൻ വരച്ചാൽ മതി. മനസ്സിലായോ? 1ൽ നിന്ന് ഒരു ലൈൻ വരച്ചാൽ ഓട്ടോമാറ്റിക്കലി ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 42. കണ്ടോ? 42.172 ആയിരിക്കും. കണ്ടോ? 42.172. ഓക്കെ, അപ്പൊ അതിന് ഞാൻ എന്ത് പേര് കൊടുക്കും? അതിന് 3 എന്ന് പേര് കൊടുക്കുക. 3. ദിസ് ഈസ് 3. ഓക്കെ, അപ്പൊ അതിന് ഞാൻ 3 എന്ന് പേര് കൊടുത്തു. ഇനി അടുത്ത പോയിന്റ് ഏതാന്ന് നോക്കി. നെക്സ്റ്റ് പോയിന്റ് ഈസ് 4 അല്ലെ? അപ്പം ഫ്രം XY ലൈൻ ടു 6 വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? 20.156. അതേ സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഇത് അല്ലെ? 4. അപ്പൊ 20.156. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ ഈ 6ൽ നിന്ന് എന്ത് വരയ്ക്കുക? നേരെ ഒരു ലൈൻ ഇങ്ങോട്ട് അങ്ങ് വരച്ചാൽ മതി.
എന്നിട്ട് ഇതിനങ്ങ് പാരലൽ ആക്കിയാ പോരെ? ഓക്കെ, അപ്പൊ അത് മെഷർ ചെയ്താൽ നമുക്ക് കാണാം എത്ര വരും. ദിസ് ഈസ് കണ്ടോ 20.156. അപ്പൊ അതിന് പേര് കൊടുക്കണം. അതിന് എന്താണ് കൊടുക്കേണ്ടത്? 4. നെയിം ഓഫ് ദാറ്റ് പോയിന്റ് ഈസ് 4. Name of that point is 4. Okay. Then what is the next step? Join 1, 2. Join 1, 2. Then 2, 3. Okay. Then 3, 4. Then 4, 5. Then 5, 6. And 6, 1. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഹാച്ചിങ്ങും ചെയ്യണം. ഓക്കെ, സോ ദിസ് ഈസ് ദ ട്രൂ ഷേപ്പ്. ഓക്കെ, അഭിഷേക് ക്ലിയർ ആണോ ഇത്? സാർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. ചോദിച്ചു. സാർ അപ്പൊ നമ്മൾ സിലിണ്ടറിന്റെ ഇതുപോലെ സ്ലൈസ് ചെയ്യുമ്പോൾ ഒരു ഓവൽ പോലത്തെ ഷേപ്പ് അല്ലേ ആയിരിക്കുമല്ലോ വരുന്നത്? കൃത്യം സർക്കിൾ എവിടെ? ആ സിലിണ്ടറിന്റെ വരയ്ക്കുമ്പോൾ നമുക്ക് സിലിണ്ടറിന്റെ ഞാൻ ട്രൂ ഷേപ്പ് വരച്ചില്ലായിരുന്നല്ലേ? ഇല്ല, അത് സർക്കിൾ ആയിട്ടാ വരച്ചത്. അല്ല ഇതുപോലെ ട്രൂ ഷേപ്പ് ഇവിടെ ഞാൻ വരച്ചില്ലല്ലോ. മേളിൽ വരച്ചോ? ഇങ്ങനെ പാരലായിട്ട് വരച്ചില്ലല്ലോ? വരച്ചോ? ഇല്ലല്ലോ. ഇല്ലല്ല, വരച്ചില്ല. അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എലിപ്സ് പോലെ ഒരു ഷേപ്പ് കിട്ടും. ഒരു എലിപ്സ് പോലത്തെ. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേ കേട്ടോ. ചിലപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ചിലപ്പോ ചോദിക്കും വാട്ട് ഈസ് ദ ട്രൂ ഷേപ്പ് എന്ന് ചോദിച്ചാൽ ഇതേപോലെ തന്നെ ഈ പോയിന്റ്സ് ട്രാൻസ്ഫർ ഒന്നുമില്ല, ഇതേപോലെ പോയിന്റ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ കർവ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. ഇവിടെ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ചാണ് ജോയിൻ ചെയ്യുന്നത്. അവിടെ നമ്മൾ കർവ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എലിപ്സ് പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. എലിപ്സ് പോലത്തെ. അതപ്പോ കുറെ പോയിന്റ്സ് എടുക്കണ്ടേ? 45 ഡിഗ്രി കട്ട് ചെയ്തു. അല്ല, കുറെ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സർക്കിളിനെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 8 ആയിട്ടല്ലേ ഡിവൈഡ്? അപ്പൊ നമുക്ക് ഇവിടെ അതിനനുസരിച്ചുള്ള പോയിന്റ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഈ കട്ടിംഗ് പ്ലെയിനിൽ എത്ര ഇടത്ത് കട്ടാവും? ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്? 1, 2, 3, 4, 5, 6 മൊത്തം 6 പോയിന്റ് ഉണ്ട്. ഈ 6 പോയിന്റ് വരാനുള്ള കാരണം എന്താ? ഈ കട്ടിംഗ് പ്ലെയിന് 6 എഡ്ജിൽ കട്ട് ചെയ്യുന്നുണ്ട്, 6 സ്ഥലത്ത് കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 6 പോയിന്റ് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഈ ട്രൂ ഷേപ്പ് വരച്ചപ്പോ എത്ര പോയിന്റ് ഉണ്ട്? 1, 2, 3, 4, 5, 6 പോയിന്റ്. ദാറ്റ് മീൻസ് 6 എഡ്ജിൽ കട്ട് ചെയ്തിട്ടുണ്ട്. 6 പോയിന്റ് വന്നാൽ 6 എഡ്ജിൽ കട്ട് ചെയ്തിട്ടുണ്ട്. 5 പോയിന്റ് വന്നാൽ 5 എഡ്ജിൽ കട്ട് ചെയ്തിട്ടുണ്ട്. 4 പോയിന്റ് വന്നാൽ 4 എഡ്ജിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പൊ സിലിണ്ടറിന്റെ ചോദിച്ചത് കാര്യമായി. സിലിണ്ടറിന്റെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് എനിക്ക് അയച്ചു തരിക. അപ്പൊ ഞാൻ തെറ്റുണ്ടെങ്കിൽ പറയാം. സിലിണ്ടറിന്റെ ട്രൂ ഷേപ്പ് വരച്ചു നോക്കുക. ഓക്കെ, പിന്നെ ആദം ഇത് ക്ലിയർ ആണോ? ഓക്കെ, ആനന്ദ് ക്ലിയറാ സാർ. ഓക്കെ, ഇപ്പൊ ഇതെല്ലാം 20 വന്നത് എങ്ങനെയാന്ന് പിടി കിട്ടിയോ ആനന്ദിന്? 20 മനസ്സിലായി സാർ. ഓക്കെ, പിന്നെ ഈ ടോട്ടൽ 120 വന്നത് എങ്ങനെയാന്ന് പിടി കിട്ടിയല്ലോ അല്ലേ? മനസ്സിലായി. ഓക്കെ, പിന്നെ ഈ പോയിന്റ്സ് ഇങ്ങോട്ട് ഡെവലപ്മെന്റ് വരയ്ക്കുന്നത് മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം, ഇത് ഞാൻ ഫുൾ ഡെവലപ്മെന്റ് ആണോ ലാറ്ററൽ സർഫസ് ഡെവലപ്മെന്റ് ആണോ വരച്ചേക്കുന്നത്? ആർക്കെങ്കിലും പറയാോ? ഇത് ലാറ്ററൽ സർഫസ് ഡെവലപ്മെന്റ് ആണ് ഞാൻ വരച്ചേക്കുന്നത്. ഈ ഡെവലപ്മെന്റ് ലാറ്ററൽ സർഫസ് ഡെവലപ്മെന്റ് ആണ് വരച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഫുൾ ഡെവലപ്മെന്റ് വരയ്ക്കണമെങ്കിൽ എന്തോടെ വരയ്ക്കണം? ഒരു ഹെക്സഗണോട് വരച്ചു വെച്ചാൽ മതി. ഓക്കെ, ഹെക്സഗന്റെ സൈഡ് എത്ര ആയിരുന്നു? 20. ഹെക്സഗന്റെ സൈഡ് 20 ആണ്.
താഴെ ഒരു ഹെക്സഗൺ കൊണ്ടുവന്നിട്ട് ഒരു ഹെക്സഗൺ വരച്ചു വെക്കുക താഴെ. സാർ ഇതില് ബേസ് അഡ്ജസ്റ്റ് പെർപെൻഡിക്കുലർ ടു വി പി അല്ലേ? അതെ. അപ്പൊ അങ്ങനെ വരയ്ക്കണമെന്നില്ലേ? ഇല്ലില്ല, അങ്ങനൊന്നും വരയ്ക്കാം. നമുക്ക് ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ അതൊന്നുമില്ല. നമ്മൾ ഈ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ഇത് മാത്രം, ഈ നമ്മൾ ഈ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് തുറന്നു വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ കണ്ടീഷൻ, അതായത് പെർപെൻഡിക്കുലർ ടു വി പി എന്ന് പറയുന്ന കണ്ടീഷൻ ഈ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന് പേര് കൊടുക്കുക. ദിസ് ഈസ് ടിയുടെ ഇപ്പുറത്തെ പോയിന്റ് എസ് ആണ്. അപ്പൊ ഇവിടെ എസ് കൊടുക്കുക. എസിന്റെ ഇപ്പുറത്തെ പോയിന്റ് 6, അപ്പൊ 6 ഇവിടെ കൊടുക്കുക. ദെൻ 6ന്റെ ഇപ്പുറത്തെ പോയിന്റ് ക്യൂ ആണ്, അത് ഇവിടെ കൊടുക്കുക. ദെൻ ക്യൂവിന്റെ ഇപ്പുറത്തെ പോയിന്റ് പി ആണ്, പി ഇവിടെ കൊടുക്കുക. കണ്ടോ, ഇത്രേ ഉള്ളൂ. സോ ദിസ് ഈസ് കോൾഡ് എ ഫുൾ ഡെവലപ്മെന്റ്. അപ്പൊ ക്ലിയർ ആ? ജൂഡിത്ത് ക്ലിയർ ആണോ? സംശയം ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇന്ന് ഞാനിപ്പം സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഐസോമെട്രിക് എന്നുള്ള ഒരു മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ പ്രിസവും സിലിണ്ടറും. പ്രിസവും ഏത് പ്രിസം വന്നാലും ഞാനിപ്പോ രണ്ട് പ്രിസംസാ ചെയ്യിച്ചത്. ഒന്ന് പെന്റഗണൽ പ്രിസവും ചെയ്യിച്ചു, ഹെക്സഗണൽ പ്രിസവും ചെയ്യിച്ചു. ഓക്കെ, പിന്നെ സിലിണ്ടറും ചെയ്യിച്ചു. അപ്പൊ ഏത് പ്രിസം വന്നാലും ഞാനിപ്പോ ഇപ്പൊ സ്ക്വയർ പ്രിസം വരുവാണെങ്കിൽ വരുന്ന വ്യത്യാസം എന്തായിരിക്കും? ഇവിടെ എത്ര സൈഡ് വരും? ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ 1, 2, 3, 4 എണ്ണം വരും, അത്രേ ഉള്ളൂ. ട്രയാങ്കുലർ പ്രിസം ആണെങ്കിൽ 1, 2, 3 സൈഡ് വരും. പിന്നെ റെക്ടാങ്കുലർ പ്രിസം ആണെങ്കിൽ 1, 2, 3, 4 എണ്ണം വരും. പെന്റഗൺ ഞാൻ ഓൾറെഡി ചെയ്യിച്ചു. ഹെക്സഗൺ ഇപ്പൊ ഞാൻ ചെയ്യിച്ചു. ഓക്കെ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ. സിലിണ്ടർ വരുമ്പോ ഈ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പൊ ഇത് 120 കാണുന്ന ലെങ്ത് എന്തുമായിരിക്കും? ഇലക്ഷൻകാരെ കൊണ്ടങ്ങ് തോറ്റു. ഈ പിന്നെ സിലിണ്ടർ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും? സിലിണ്ടർ വരുമ്പോഴത്തേക്ക് ഇത് സർക്കംഫറൻസ് ആയിരിക്കും, 2πr ആയിരിക്കും, 2πr. ഓക്കെ, സിലിണ്ടറും പ്രിസവും ആർക്കെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ട്രൂ ഷേപ്പ് വരയ്ക്കുന്നതിലോ ഡെവലപ്മെന്റ് വരയ്ക്കുന്നതിലോ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ആനന്ദ, സംശയം എന്തെങ്കിലും ഉണ്ടോ? സിലിണ്ടറും പ്രിസവും മാത്രം, വേറൊന്നുമില്ല. ഇല്ല സാർ. അപ്പൊ ഏത് പ്രിസം വന്നാലും വരയ്ക്കാമല്ലോ, പ്രോബ്ലം ഇല്ലല്ലോ. ഇല്ല സാർ, വരയ്ക്കാം. ഓക്കെ, ജൂഡിത്ത്. ഹലോ, ജൂഡിത്ത് പോയോ? അഡോണ? സാർ വരയ്ക്കാം. ഓക്കെ, ശരി. അഭിഷേക്? സാർ, ഡെവലപ്മെന്റ് വരുമ്പോ നമുക്ക് എവിടുന്ന് വേണേലും ഹെക്സഗൺ താഴോട്ട് വരയ്ക്കാവോ? ഈ ക്വസ്റ്റ്യന്റെ കേസിലാണ്. നമുക്കൊരു ഹെക്സഗൺ വരച്ചു വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എവിടെങ്കിലും ഒരിടത്ത് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എവിടെങ്കിലും ഒരിടത്ത് ഒരു ഹെക്സഗൺ അങ്ങ് വരച്ചങ്ങ് വെച്ചാൽ മതി. ഞാനിപ്പം ഒരു എഡ്ജ് കൺസിഡർ ചെയ്തിട്ട് അവിടെ അങ്ങ് വരച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വരച്ചു വെക്കാം. ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെ ആണോ? ഓക്കെ, പിന്നെ ആദം? സംശയമൊന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ നാളെ നമുക്ക് പിരമിഡിന്റെ ഡെവലപ്മെന്റും കോണിന്റെ ഡെവലപ്മെന്റും നമുക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും ട്രൂ ഷേപ്പ് ഗിവൺ പ്രോബ്ലംസ് ഉണ്ട്. അതുകൂടെ ആകുമ്പോഴത്തേക്ക് ആ മോഡ്യൂൾ തീർന്നു. അതുകൂടെ ഉള്ളു അതിനകത്തിൽ. അതുകൂടെ ആകുമ്പോഴത്തേക്ക് അത് തീരും. പിന്നെ നമുക്ക് പെർസ്പെക്റ്റീവ് ഉണ്ട്. പിന്നെ ആദ്യം എടുക്കാനുള്ള സോളിഡ്സ് ഒക്കെ ഒന്നുകൂടെ എടുത്തു തരാം ഞാൻ, എടുക്കാനുള്ളവർക്ക്. അപ്പൊ ഇത് നാളെ കൊണ്ട് നോക്കട്ടെ, മാക്സിമം നാളെ കൊണ്ട് ഈ മോഡ്യൂളിലൂടെ ഞാൻ അങ്ങ് തീർക്കാൻ അങ്ങ് ശ്രമിക്കും നാളെ കൊണ്ട്. ഓക്കെ, അപ്പൊ നാളെ ഞാൻ ടൈം മെസ്സേജ് ചെയ്തോളാം.